മടങ്ങിയത്. സംസ്കാരത്തിലടക്കം സംസ്ഥാന സർക്കാരിന്റെ ബഹുമതികളോടെയായിരുന്നു ഇത്തരത്തിലുള്ള സംസ്കാര നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചത്. മന്ത്രി വി എൻ വാസവൻ, സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം സർക്കാരിന് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് ഇന്ന് മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിയത്. കുടുംബത്തിനെ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിന് അച്ഛനും അമ്മയും അടക്കമുള്ള അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ വീട്ടിലുണ്ട്. മുഖ്യമന്ത്രിയോടൊപ്പം രാജു എബ്രഹാം CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. നിരവധി ആളുകളാണ് മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്നത് അറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും കുടുംബത്തിന് വലിയ ആശ്വാസമാകും. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നു, കുടുംബത്തോടൊപ്പം നിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ നാടൊന്നാകെ കുടുംബത്തോട് ഒപ്പം നിന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. കുടുംബത്തിന് ഈ വലിയ ദുഃഖത്തിനിടയിലും അവർക്ക് മറ്റ് 5 പേരെ തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാനായി എന്നത് കുടുംബത്തിന് വലിയ ആശ്വാസവും സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് സർക്കാർ ഇത്തരത്തിൽ ഒപ്പം നിന്ന് മുഖ്യമന്ത്രി അടക്കം നേരിട്ടെത്തി തങ്ങളെ കാണുന്നു എന്നത് കുടുംബത്തിന് നിശ്ചയമായും വലിയ സന്തോഷവും വലിയ സമാധാനവും ഈ ഏറ്റവും ദുരന്ത ഘട്ടത്തിലും ആ കുടുംബത്തിന് സമ്മാനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും നിലവിൽ മുഖ്യമന്ത്രി ഇപ്പോൾ കുടുംബവുമായി സംസാരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ വീട്ടിനകത്ത് കുട്ടിയുടെ മുത്തച്ഛനും അച്ഛനും അമ്മയും അടക്കമുള്ള അടുത്ത ബന്ധുക്കളാണുള്ളത്. ഏകദേശം ഇപ്പോൾ മുഖ്യമന്ത്രി വീട്ടിൽ എത്തി സംസാരിക്കുന്നു. 10 മിനിറ്റോളം സമയം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ടു മുൻപ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തി കുടുംബത്തിന് ആശ്വാസ വാക്കുകൾ ഏകിയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പുറത്തേക്ക് വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 10 മിനിറ്റോളം കുടുംബവുമായി അദ്ദേഹം സംസാരിച്ചു. അച്ഛനും അമ്മയും അടക്കമുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് നിലവിൽ ഈ വീട്ടിൽ ഉള്ളത്. സർക്കാർ ആ കുടുംബത്തിന് ഒപ്പം ഉണ്ടാകുമെന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഈ ദുഃഖത്തിലും സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ള ആശ്വാസ വാക്കുകളാണ് മുഖ്യമന്ത്രി നിലവിൽ കുടുംബത്തിന് നൽകുന്നത്. കുടുംബത്തെ സംബന്ധിച്ച് ഉറപ്പായും വലിയ ആശ്വാസ വാക്കുകളായിരിക്കും അത്. കാരണം ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യം, ഫെബ്രുവരി 5-ാം തീയതി ഉണ്ടാകുന്ന അപകടം, തുടർന്നുണ്ടാകുന്ന മസ്തിഷ്ക മരണം, ആ ദുരന്ത ഘട്ടത്തിലും കുടുംബം എടുത്ത തീരുമാനം കേരളം ഒന്നാകെ അംഗീകരിക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ അതിനെ അഭിനന്ദിക്കുകയായിരുന്നു. കാരണം ആ ദുരന്തത്തിനിടയിലും 5 കുരുന്നുകളെ തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആ കുടുംബത്തിന്റെയും അച്ഛന്റെയും അമ്മയുടെയും തീരുമാനത്തിലൂടെ സാധിച്ചു. അത്രത്തോളം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആ അവയവം കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഈ നാടൊന്നാക്കി ഒരുമിച്ച് നിന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെ കഴിഞ്ഞ സംസ്കാര ചടങ്ങുകൾക്കിടയിലും ഇവിടേക്ക് എത്തിയ ജനപ്രവാഹം ഒന്നായി കാണിച്ചത് ഇത്തരത്തിൽ കുടുംബത്തിനൊപ്പം ഒന്നായി ഈ നാടൊന്നാകെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുമ്പോൾ അത് കുടുംബത്തിന് നൽകുന്ന ആശ്വാസം ചെറുതാകില്ല. അത്തരത്തിൽ വലിയ ഒരു ആശ്വാസം കുടുംബത്തിന് നൽകി, ആശ്വാസ വാക്കുകൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്നതും കുടുംബവുമായി സംസാരിക്കുന്നതും. എന്തായാലും അച്ഛനും അമ്മയും അടക്കമുള്ള ആളുകളോടാണ് നിലവിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. സേതു. ഓക്കെ ശ്രീരാജ്, തുടരൂ. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന ചരിത്രം സൃഷ്ടിച്ചാണ് കുഞ്ഞ് ആലിൻ ഈ നാടിനോട് വിട പറഞ്ഞത്. നെടുങ്ങാടപ്പള്ളിയിലായിരുന്നു ഇന്നലെ നെടുങ്ങാടപ്പള്ളി CSI സെന്റ് തോമസ് പള്ളിയിലായിരുന്നു കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ ഇന്നലെ നടന്നത്. സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെയാണ് കുഞ്ഞിന് യാത്രാമൊഴി നൽകിയത്. കാർ അപകടത്തെ തുടർന്ന്, ഇപ്പോൾ ശ്രീരാജ് പറഞ്ഞ പോലെ തന്നെ കാർ അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കുഞ്ഞിൻ്റെ ശരീര ഭാഗങ്ങൾ, കുഞ്ഞിൻ്റെ അവയവങ്ങൾ 4 കുഞ്ഞുങ്ങൾക്കാണ് പൊതുജീവനേകിയത്. ഹൃദയവാൽവും കരളും വൃക്കയും കണ്ണുകളും ദാനം ചെയ്തിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ കുഞ്ഞിൻ്റെ വീട്ടിലെത്തി വീട്ടുകാരോട് സംസാരിക്കുകയാണ്. ശ്രീരാജ, ഇപ്പം ഈ അല്പസമയത്തിനകം ഇനിയിപ്പം ഈ കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോടക്കം സംസാരിക്കുമെന്ന് കരുതുന്നുണ്ട്. ഇപ്പം വീട്ടിനുള്ളിൽ ആരൊക്കെയാണുള്ളത്? കുടുംബാംഗങ്ങൾക്കപ്പുറം ആരൊക്കെയുണ്ട് അവിടെ? സേതു, മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. ജില്ലയിലെ CPM നേതാക്കളും ഇവിടെയുണ്ട്. പിന്നീട് പ്രാദേശികമായ CPM നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഇവിടേക്കുണ്ട്. അവരെല്ലാം തന്നെ നിലവിൽ വീട്ടിലുണ്ടായിരുന്നത് കുഞ്ഞിന്റെ അച്ഛനും അമ്മയും മുത്തച്ഛനും അതുപോലെയുള്ള മുത്തശ്ശിയും അടക്കമുള്ള അടുത്ത ബന്ധുക്കൾ മാത്രമായിരുന്നു ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ അവരുമായാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിന് വലിയ ആശ്വാസമാണ് മുഖ്യമന്ത്രി ഇവിടെ എത്തിയതും. സർക്കാരിന്റെ ഒരു ആശ്വാസവാക്കുകൾ കേൾക്കുന്ന
എന്നതിൽ എന്തായാലും നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ ഒരു ഈ നാടൊന്നാകെ ഒന്നിച്ച് നിന്ന ഒരു, അല്ലെങ്കിൽ നാടൊന്നാകെ ഈ കുടുംബത്തിനോടൊപ്പം നിന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ. അവയവദാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടായി മാറുകയായിരുന്നു ആലിന്റെ അവയവദാനവും അതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളും എല്ലാം തന്നെ. കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ, സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയിരിക്കുകയായിരുന്നു ആലിൻ ഷെറിൻ എബ്രഹാം എന്ന 10 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന ആ കുട്ടി. 10 മാസം മാത്രമാണ് ഈ ഭൂമിയിൽ ആ കുഞ്ഞിന് ജീവിച്ചിരിക്കാൻ സാധിച്ചതെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ ഒരായുഷ്കാലം എടുത്ത് ചെയ്യാൻ കഴിയുന്ന അത്രയും നന്മ ഈ ലോകത്തോട് ചെയ്തുകൊണ്ടാണ് ആ കുഞ്ഞ് ഈ നമ്മുടെ ഭൂമിയിൽ നിന്ന് വിട്ടുപോയത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്നുമെല്ലാം വിട്ടുപോയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബം അത്തരത്തിലൊരു തീരുമാനമെടുത്തതിനെ ഈ നാടൊന്നാകെ അംഗീകരിക്കുകയായിരുന്നു. കാരണം 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഒരു വീട്ടിൽ എത്രത്തോളം വലിയ സന്തോഷമാണ് നൽകുക എന്ന കാര്യമെല്ലാം നമുക്കറിയാം. ആ സന്തോഷമെല്ലാം അവസാനിച്ച ആ നിമിഷമാണ് ആ കുടുംബം തീരുമാനിക്കുന്നത് തങ്ങളുടെ ആ 10 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ ഇനി മറ്റു കുഞ്ഞുങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള നിമിത്തമാകും എന്ന തരത്തിലൊരു തീരുമാനമെടുക്കാൻ ആ അച്ഛനും അമ്മയും ആ തകർന്ന ജീവിതഘട്ടത്തിലും തീരുമാനമെടുക്കുന്നു. അത് കുടുംബവുമായി പങ്കുവയ്ക്കുമ്പോൾ കുടുംബം ഒന്നാകെ ആ രക്ഷിതാക്കളോടൊപ്പം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് ഈ അവയവദാന ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഏട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സ്വാഭാവികമായും അവയവദാനത്തിന്റെ മഹത്വം നമ്മൾ ഓരോ ഘട്ടങ്ങളിലും പല ഘട്ടങ്ങളിലായി കണ്ടിട്ടുണ്ട്, പലപ്പോഴായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തത്തിലും അത്രത്തോളം വലിയ ഒരു തീരുമാനമെടുക്കുന്ന, അല്ലെങ്കിൽ അത്രത്തോളം വലിയൊരു തീരുമാനത്തിലേക്ക് ആ കുടുംബത്തെ നയിക്കുന്ന ആ ബോധ്യം തന്നെയാണ് ഒരുപക്ഷെ നാളെയും ഇനി വരുന്ന കാലങ്ങളിലെല്ലാം തന്നെ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട അതിന്റെ സംസാരം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അതിന്റെ ചർച്ചകൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ പറയപ്പെടാവുന്ന പ്രധാന ഏടായി മാറുക. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഇവിടേക്ക് എത്തുന്നു, ആ കുടുംബത്തെ ഒന്നാകെ ചേർത്ത് പിടിക്കുന്നു. സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാരമാകും ഉണ്ടാവുക എന്ന ആ അറിയിപ്പ് ലഭിച്ചത് മുതൽ കുടുംബത്തിനുണ്ടായ, നാടിനുണ്ടായ, ഈ നാട്ടിലുള്ള ആളുകൾക്കുണ്ടായ ആശ്വാസം മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ? മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സാധ്യതയില്ല. കാരണം കുടുംബത്തെ കണ്ടു, അദ്ദേഹം മറ്റ് ചില പരിപാടികൾ കൂടിയുണ്ട്. കോട്ടയത്തും പത്തനംതിട്ടയിലും അടക്കം പരിപാടികളുണ്ട്. നിലവിൽ കുടുംബത്തെ കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇവിടേക്ക് വന്നത്. അവർക്ക് ആശ്വാസവാക്കുകൾ ഏകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി ഇവിടെ വന്നത്. ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട ഒരു വിഷയം നിലവിൽ ഇവിടെ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വേദിയല്ല ഇവിടെ ഉള്ളത് എന്ന കാര്യമാണ്. നിലവിൽ എന്തായാലും മുഖ്യമന്ത്രി ഈ കുടുംബാംഗങ്ങളെ കണ്ടു. മുഖ്യമന്ത്രി CM മടങ്ങുകയാണ്, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹം മടങ്ങുകയാണ്, ആലിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെയൊക്കെ കണ്ട് അവരോട് സംസാരിച്ചതിന് ശേഷം മുഖ്യമന്ത്രി മടങ്ങുന്നു. കുഞ്ഞ് വേർപിരിഞ്ഞതിന്റെ തീരാ നോവിനിടയിലും അവളുടെ അവയവങ്ങൾ ദാനം ചെയ്യാനായി മുന്നോട്ട് വന്ന ആലിന്റെ മാതാപിതാക്കളുടെ തീരുമാനം മഹത്തരമെന്നും അവയവദാന രംഗത്ത് കേരള സമൂഹത്തിന് മുന്നിലായി വലിയൊരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ആലിൻ ഷെറിന്റെ മാതാപിതാക്കളെന്നുമാണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രതികരിച്ചത്. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം കുടുംബത്തിലേക്ക് എത്തി, കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് എത്തി, കുടുംബാംഗങ്ങളെ മുഴുവൻ കണ്ടു. സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും അറിയിച്ചു. സംസ്ഥാന സർക്കാർ കുഞ്ഞിന് ഇന്നലെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് കുഞ്ഞ് ആലിന് യാത്രാമൊഴി നൽകിയത്. അങ്ങനെ ആലിൻ്റെ വീട്ടിൽ എത്തി കുടുംബാംഗങ്ങളെ കണ്ടതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങുകയാണ്. അല്ലേ